അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അനുസരിക്കുക, അള്ളാഹുവിനോട് മഹബത്ത് വെച്ചുകൊണ്ട് ഇഷ്ടം. നമ്മളെ കാണാതെ ഒരാൾ നമുക്കിങ്ങനെ പൈസ അയച്ചിരുന്നുണ്ടെന്ന് വിചാരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ഒരാൾ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്തയക്കുന്നുണ്ട്, പെരുന്നാളാകുമ്പോൾ റമദാനാകുമ്പോൾ ഇടയ്ക്ക് പൈസ കൊടുത്തയക്കുന്നുണ്ട്. ഈ മനുഷ്യന് നമ്മളോട് ഇഷ്ടമാണ്, നമുക്ക് അയാളെയും ഇഷ്ടമാകും അല്ലേ? ഒരു ഇഹ്സാൻ ചെയ്തു കഴിഞ്ഞാൽ ഇസ്തഅബദൻ നാസ ഇഹ്സാനു എന്നാണ്. മനുഷ്യരൊരു ഉപകാരം ചെയ്തു കൊടുത്താൽ ആ ഉപകാരം കൊണ്ട് ആ മനുഷ്യൻ ഉപകാരം ചെയ്ത ആൾക്ക് അടിമയായി മാറും. അങ്ങനെ അറബിയിൽ കവിതനുണ്ട്. ഉപകാരങ്ങൾ അങ്ങനെ മനുഷ്യൻ വലിയ സ്നേഹത്തോട്, അപ്പോൾ ആ മനുഷ്യനൊന്ന് കാണുന്ന ആഗ്രഹം ഉണ്ടാവും. നാട്ടിൽ ചെന്നാൽ എന്തായാലും നമ്മൾ അയാളൊന്ന് പോയി കാണും എന്നൊക്കെ മനസ്സിൽ തോന്നും അല്ലേ? നാട്ടിൽ നിന്നാണ് ആ മനുഷ്യൻ അയക്കുന്നതെങ്കിൽ അയാൾ നാട്ടിലാണെന്ന് അറിയും ചെയ്യുക. അപ്പോൾ എപ്പോഴെങ്കിലും ലീവിൽ പോവുകയാണെങ്കിൽ നിർബന്ധമായി ഇങ്ങനെ ഉപകാരം ചെയ്യുന്നൊരു മനുഷ്യനെ കാണണ്ടേ? വലിയ സ്നേഹമായിരിക്കും മനസ്സിൽ. അള്ളാഹുവിനോട് നമ്മൾ എത്രയായ സ്നേഹം കാണിക്കേണ്ടത്. പിന്നെ ഈ ജീവിതവും ഈ ആളെ നമുക്ക് നമ്മുടെ കൽബിൽ, നമ്മളെക്കുറിച്ച് അവർക്ക് കൽബിലേക്ക് ഹെബിട്ട് കൊടുത്തതും അതിനവസരങ്ങൾ ഉണ്ടാക്കിയതും ഇതൊക്കെ അള്ളാഹുവല്ലേ? ആ പടച്ച തമ്പുരാൻ ഖാലിഖായ അള്ളാഹുവല്ലേ നമ്മളെ ലോകത്തേക്ക് പറഞ്ഞയച്ചത്? വേറെ ആരാ പറഞ്ഞയച്ചത്? വേറെ ആരെങ്കിലും ഉണ്ടോ? അവകാശപ്പെടുന്നവരുണ്ടോ ആരെങ്കിലും? ആരുമില്ല. മനുഷ്യരി പറയുന്ന ആരുമല്ല അവരെ പടച്ചത് മറ്റാരോ ആണെന്ന് ആർക്കും അവകാശപ്പെടാനുമില്ല. പക്ഷെ അള്ളാഹു പറഞ്ഞു, ഞാനാ നിങ്ങളെ പടച്ചത്. അള്ളാഹുവിൻ്റെ കലാമിൽ ആ റബ്ബിനെ സ്നേഹത്തോടനുസരിക്കുക. അതിനാണ് അലിഹയ ഇലഹു എന്ന് പറയാം. അതുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു ആരാധിക്കപ്പെടുന്നവനാണ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.